വള്ളിമാങ്ങ എന്ന് പറയും. നല്ല വൃത്തി കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല മണം. അടിപൊളി അച്ചാർ. അത്തന്നോടല്ല അച്ചാറൊക്കെ നല്ല തന്നെയാ. നല്ലത് തന്നെ. മുമ്പിലാക്കലുണ്ടാവൂല്ലേ? മുമ്പിലെല്ലാം ആക്കലുണ്ട്. ഇപ്പൊ അത് കാണാനില്ലല്ലോ അല്ലേ? ഇപ്പം കാണാനില്ല. അച്ചയുടെ തന്നാ മതി. ഞാൻ പറിച്ചിട്ട് വരാം കേട്ടാ. ഇവിടെ വന്നോ, അച്ചയുടെ വന്നോ. അതിന്റെ ഉള്ളിൽ കയറി പോണ്ട, പാറയിലാടാ. അച്ഛാ ഇതാ കിട്ടി. അതിന്റെ ഉള്ളിൽ പോയി പറിച്ചെടുക്കലാ പണി. നടന്നു വന്നാലേ നടക്ക്. അപ്പൊ ഇതാ നമ്മുടെ വള്ളിമാങ്ങ എന്ന് പറയും, വള്ളി മുന്തിരി എന്ന് പറയും. കാട്ടിലുണ്ടാകുന്ന സാധനമാണ്. അപ്പൊ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നല്ല വൃത്തി കഴുകി എടുക്കട്ടോ കേട്ടോ. അതാ നല്ല വൃത്തി കഴുകുന്നുണ്ട്. കഴുകിയിട്ട് അതിൽ തന്നെ പറിച്ചിട്ടെ ഓരോന്നായിട്ട്. ഇപ്പൊ ഇതെല്ലാം ഒന്ന് ഉതിർത്തിടട്ടെ. ചിലവന്ന് കണ്ടിട്ടുണ്ടാവില്ല അല്ലെ, അപൂർവമായി കിട്ടുന്ന സാധനമാണ് കേട്ടോ. ഇതാ നമ്മുടെ മുന്തിരിക്കൊല അല്ലെ, കാട്ടിലെ മുന്തിരിങ്ങ. ഇത് ഒന്നുകൂടെ നല്ല വൃത്തി ഒന്ന് നല്ല വൃത്തി ഒന്ന് കഴുകട്ടെ ഒന്നുകൂടെ. ഓക്കെ. അങ്ങനെ നല്ല വൃത്തി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി 4 കഷ്ണമാക്കി എടുക്കണം. അതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാവും, അത് കളയണം. ആ കുരു എടുക്കറ, കുരു എടുത്താളി. കത്തിയോണ്ട് ചെള്ളി അങ്ങനത്താൽ മതി. ഇതതിൻ്റെ കുരു കേട്ടാ. പരിപ്പ് അല്ലേ, കൊറേ പണിയുണ്ട്. അപ്പം ഞാനും ലതയും കൂടിയിട്ട് ഇതാ ഇത് മുറിച്ചിട്ട് ഇതാ കഷ്ണാക്കി എടുത്തിട്ടുണ്ടേ. ഇതാ കുറേ സമയം പിടിച്ചു, ഏകദേശം 1 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും അല്ലേ? 1 മണിക്കൂറിൽ കൂടുതൽ എടുത്തു. പിന്നെ കുരുവുണ്ടോ? ഇതാ മത്തൻ്റെ കുരു വഴിയുണ്ടല്ലേ കണ്ടാല് അല്ലേ? അല്ല, ഇതിനെ കൊണ്ടൊന്നും. അപ്പോൾ ഏതായാലും എന്താ ഒരു പച്ച ഇതന്നെ ഒന്ന് തിന്നു നോക്കട്ടെ എന്തായാലും. കടിച്ചോ. ചെറിയ ഇതുണ്ട് കേട്ടോ, പുളിയുണ്ട്. ചെറിയ പുളിയുണ്ട് കേട്ടാ. ഇത് പച്ചക്ക് തിന്നാൻ പാടില്ലെന്ന് പറയുന്നത്. ചെറുങ്ങനെ ചൊറിയൂല പച്ചക്ക് തിന്നാല്. അപ്പോൾ ഇതൊന്നും കൂടെ നല്ല വൃത്തി ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ. ഇതിന് കറയുണ്ട്, ആ കറയിലൊന്ന് വൃത്തി പോകണം അല്ലേ. 1-2 പ്രാവശ്യം നല്ല വൃത്തി കഴുകിയെടുക്കണം. എന്താ കറ ഒന്ന് കാപ്പി കളറുണ്ട് അല്ലേ. രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ടേ.
അപ്പോൾ ഒരു ഭരണി എടുത്തിട്ടുണ്ടേ, ഇതിലേക്ക് ഇടാം. വാരി വാരി ഇട്ടു, പുറത്തേക്ക് പോകില്ല. 2 കൈ മുമ്പായിരുന്നു, ഏറ്റവും പുറത്തേക്ക് തന്നെ പോകും. എന്തായാലും പോവാം. ഉപ്പിട്ട് കൊടുക്കുക, ഉപ്പ്, കുറച്ച് സിർക്ക വെച്ച് കൊടുക്കുക, പുളി അല്ലേ, ഓക്കെ. അപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞ് ചെയ്തെടുത്ത അച്ചാറാക്കൽ. അപ്പോൾ ഇത് ഒന്നും കൂടി നല്ല ഒതുങ്ങി വരും അല്ലേ. ഇതിൻ്റെ ചെറിയ ചൊറിച്ചെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പോവും. ഓക്കെ, ഈ സാധനം പറിച്ചാടെ അച്ചാറാക്കാൻ പറ്റൂല, എടുത്ത് ഉള്ളിൽ കൊണ്ടുവച്ചാ. അപ്പോൾ നമ്മുടെ വള്ളിമാങ്ങ കുപ്പിയിലൊക്കെ വെച്ചിട്ട് 4 ദിവസമായി കേട്ടോ, 4 ദിവസമായി. അപ്പോൾ 4ാമത്തെ ദിവസം നമ്മൾ രാവിലെ എണീച്ചിട്ട് അച്ചാറാക്കാൻ തുടങ്ങിയെന്ന്. അപ്പോൾ അച്ചാറാക്കുന്ന എങ്ങനെയാണ് നോക്കേ. വള്ളിമാങ്ങ ഇങ്ങനെ ആയിട്ടുണ്ട് അല്ലേ, എന്താ കളറിലും മാറിയിട്ടുണ്ട്. എന്നാൽ പിന്നെ പെട്ടെന്ന് അച്ചാറാക്കട്ടെ, തീ പറ്റിച്ച് വന്നാൽ. അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ നല്ലെണ്ണ, എള്ളെണ്ണ അല്ല, എള്ളെണ്ണ, നമ്മുടെ ബാക്കിയിലെ പൊടികളൊക്കെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ പെട്ടെന്ന് തീ കത്തിക്ക്, ചട്ടി വെച്ച് കൊടുക്കുക. ചട്ടി ചൂടാവട്ടെ, നമ്മുടെ എള്ളെണ്ണ വെച്ച് കൊടുക്കുക. എള്ളെണ്ണ മണമുള്ള മതിയാ. മുമ്പെല്ലാം ഈ എള്ളെണ്ണ തലയിൽ തേക്കുന്നതല്ലേ? എള്ളെണ്ണ മുമ്പ് തലയിൽ തേക്കാൻ ഉപയോഗിക്കലുണ്ട്, അച്ഛനും ഉപയോഗിക്കലുണ്ട്. ഇപ്പെല്ലാം എല്ലാം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു. എള്ളെണ്ണ ഉപയോഗിക്കലുണ്ട് തലയിൽ തേക്കാൻ. എല്ലാം മുടി കറുപ്പുണ്ടാവുന്നല്ലോ പറഞ്ഞിട്ട് ഭയങ്കര പറ്റലാണത്. അച്ഛൻ ഇപ്പം വെളിച്ചെണ്ണ തേക്കില്ല, കുറേ വയസ്സ് വരെ അച്ഛൻ എള്ളെണ്ണ തേക്കില്ല, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് പൊട്ടിട്ട് കുറച്ച് ഉലുവയും കൂടെ മുക്കിട്ട് അടുത്ത് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് മൂപ്പിച്ചെടുക്കാം. അടുത്ത് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക, 2-3 തണ്ട് കറിവേപ്പില. ഇനി ഇവിടെ പൊടികളിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, അടുത്ത മുളക് പൊടി കുറച്ച് കൂടുതലിടുക, കുറച്ച് അച്ചാർപ്പൊടി കൊണ്ട് ഇടുന്നുണ്ട്, അച്ചാർപ്പൊടി എല്ലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മുടെ വള്ളിമാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് സിർക്ക ഒഴിച്ച് നേരത്തെ ആക്കിയതല്ലേ, ഉപ്പും സിർക്കെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പുളി ഉണ്ടാവും. വരുന്നുണ്ട് അല്ലേ കാണുമ്പോൾ അല്ലേ. മയിലിൻ്റെ ഒച്ച. ഉപ്പെല്ലാം ഉണ്ടാക്കറാ, പുളി ഉപ്പ് നമ്മൾ ഭരണിയിൽ ഇട്ട് നോക്കുമ്പം ശരിക്കും ഉപ്പെല്ലാം ഇട്ട് വെച്ചല്ലേ ഉണ്ടാ, ഉപ്പ് പുളി അപ്പോൾ ലാസ്റ്റ് നമ്മുടെ കായപ്പൊടിയും കൂടെ വിതറി കൊടുക്കാം. ഓക്കെ, എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം.
നല്ല മണം. അങ്ങനെ നമ്മുടെ വള്ളിമാങ്ങ കാട്ടുമുന്തിരി മുന്തിരിങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ എന്താ ആ ഹാ ഹാ അങ്ങനെ അച്ചാർ പിന്നെ ഇങ്ങനെ തന്നെയാണ്. എന്നാലും കുപ്പിയിൽ നല്ല കുപ്പിയിൽ കോരിയാക്കി വെച്ചേ തണിയിട്ട് എടുത്തു വെച്ചോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ചായ പിടിക്കലായേ. അപ്പോൾ പുട്ടുണ്ട്, അതുപോലെ തന്നെ പപ്പടവും ഉണ്ട്. കുറച്ച് നമ്മുടെ വെള്ളിമാങ്ങ അച്ചാറും കൂടെ എടുക്കാം കേട്ടോ. അച്ഛൻ നമുക്കെല്ലാം കൊണ്ട് കൊടുക്കണം അത്രേ. നല്ല രസമുണ്ടല്ലോ കാണാൻ. അടിപൊളി അച്ചാർ. അത്രനോടല്ല അച്ചാറല്ലേ ഇത്, കുറച്ചിട്, കുറച്ചാക്ക് അച്ചാറല്ലേ മതി. ആദ്യം നമ്മുടെ പുട്ടിലേക്ക് കുറച്ച് ഇതാ പുട്ടും നമ്മുടെ അച്ചാറും കുഴച്ച് വെച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി അച്ചാർ കേട്ടോ. പുളിയും ഉണ്ട്, ഉപ്പും ഉണ്ട്, എല്ലാം മസാല എല്ലാം ഒത്തി പിടിച്ചിട്ടുമുണ്ട്. നല്ല നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. സൂപ്പർ. അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. സംഭവം പൊളിയാണ്, സൂപ്പർ. അച്ചാർ കുറച്ചുകൊണ്ട് വാങ്ങേണ്ടി വരുക. നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടാ. നമ്മുടെ കഴിക്കട്ടെ.